ചുണ്ടുവെട്ടത്തിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. വായനാഭാഗം മത്തായി 7:7 മുതൽ 12 വരെ. മനപാഠം വാക്യം 7. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ സമയങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്രകാരം ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. ചോദിക്കുന്ന സ്വഭാവം എപ്പോഴും കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. അന്വേഷണ കുതുകികൾ യുവാക്കളാണ്. അന്വേഷണം ചിലപ്പോൾ അടുത്ത വാതിലിന് മുൻപിലായിരിക്കാം. അപ്പോൾ നാം മുട്ടുന്നു. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വാതിൽ തുറന്നു കിട്ടുന്നു. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു നാണയം അടിച്ചിറക്കുന്നതിനെ പറ്റി ആലോചന വന്നു. ആ നാണയത്തിൽ ഒരു ആദർശവാക്യം എഴുതുവാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. അദ്ദേഹം ഇപ്രകാരം എഴുതി: ദൈവശക്തിയില്ലാതെ ഒരു രാജ്യവും സുരക്ഷിതമല്ല. അതിനാൽ ആ വാചകം ചുരുക്കി നാണയത്തിൽ ഇപ്രകാരം എഴുതി: ഇൻ ഗോഡ് വി ട്രസ്റ്റ്. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതേ കൂട്ടുകാരെ, പ്രാർത്ഥനയുടെ അർത്ഥവും ഇതുതന്നെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് ആവശ്യമുള്ളത് അവൻ തരും. Study His words and press towards the mark. What we need to live is not just money and materials. We must learn how to love and obey our G.O.D. God. Trust in the Lord. Obey His commands. Study His words and press towards the mark. What we need to live is not just money